ഹലോ. അപ്പൊ ഇന്ന് ഉണ്ണിമോള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാന്ന്. മിനി ഇഡ്ഡലി ഇല്ലേ, ഞാനത് ആദ്യമായിട്ട് കഴിക്കണം. നമ്മള് തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ട്ടോ. അവരുടെ ഇഡ്ഡലിക്കും സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷേ മല്ലിയില ഇടണ മാത്രം എനിക്ക് വലിയ താല്പര്യമില്ല, ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ നെയ്യൊക്കെ ഊറ്റിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണത്. ഉണ്ണിമോൾക്ക് എല്ലാത്തിനും നെയ്യ് എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നെയ്യ് ഇഡ്ഡലിയിലേക്ക് ചേർക്കണ എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ ദോശയാണെന്നുണ്ടെങ്കിൽ ഒന്നത് മുരിഞ്ഞ് വരുമ്പോഴത്തേനും കുറച്ച് അതിൻ്റെ മേലെ ഒന്ന് നെയ്യൊന്ന് ഊറ്റി കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഈ ദോശയും നെയ്യും എല്ലാവരും കൂടി ഒരു ഒരു മുരിഞ്ഞ് വരുന്ന സ്മെല്ല് ഭയങ്കര, അത് മണം വരുമ്പോഴത്തേനും നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കി തട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത് രണ്ടാമത്തെ വട്ടം ഉണ്ട്. ആദ്യം ഉണ്ടാക്കിയത് ഞാൻ കുക്കറിലാണ്. പക്ഷെ ഇന്ന് കുക്കറിൽ വേറൊരു സാധനം ഇരിക്കുന്നത് കാരണം ഞാൻ ഇന്ന് ഈ പാത്രത്തിലാണ് ഉണ്ടാക്കണം. പക്ഷെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഇതിനകത്തേക്ക് മാവിലേക്ക് വെള്ളം തിളച്ച് കയറി വരും, ഒരു എല്ലാവരും കൂടെ കുഴഞ്ഞു പോകുന്നു. പക്ഷെ ഇല്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പരിപ്പും ഇച്ചിരി സവാളയും 2 തക്കാളിയും കൂടിയിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് സാമ്പാറും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേനും തോന്നും അത്യാവശ്യം വലിയ ഇഡ്ഡലിയാണെന്ന് കേട്ടോ. ഇല്ല, നമ്മുടെ ഒരു 2 രൂപ കൊയിനേക്കാളും ഒരു കുറച്ചും കൂടെ വലുതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ സൂത്രപ്പണികളൊക്കെ നമ്മൾ അമ്മമാർ ചെയ്യുമ്പോഴേ പെട്ടെന്ന് വയറ്റിലേക്ക് ഇറങ്ങി പൊക്കോളും. അല്ലെങ്കിൽ സാധാ ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം കഴിഞ്ഞിട്ട് മതിയെന്ന് വയറ് നിറഞ്ഞെന്ന് പറയും. ഇതുമാതിരി കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഈ സാമ്പാറൊക്കെ താളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെ അമ്മയ്ക്ക് പനിയും ചുമയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ പൊടിയണമുണ്ട്, അതുപോലെ തന്നെ നല്ല ചുമയുണ്ട് എല്ലാത്തിനും. അപ്പം ഇച്ചിരി കറുകപ്പട്ടയൊക്കെ എടുത്ത് നല്ല കട്ടനൊക്കെ തുളസിയിലേക്ക് ഇട്ട് കട്ടനൊക്കെ തിളപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ചായ കുടിക്കുന്ന ടൈമാണ്. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുമ്പോഴത്തേനും നല്ല ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അത്ര